മസ്കറ്റ് ടൗൺ ആണ്. മസ്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ദുബായ് പോലത്തെ ടൗൺ പോലെയാണ്. ഒമാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഈ കല്ല് ഇങ്ങനെ പോണം, ഇങ്ങനെ വഴി അല്ല. UAE ഷാർജയും എന്തൊരു വ്യത്യാസമുണ്ട്? അല്ല, അതുപോലെ അത്ര അടുപ്പല്ല ഒമാൻ മസ്കറ്റും. അല്ല, UAE ഷാർജയും എന്തൊരു വ്യത്യാസമുണ്ട് അത് പറ. നീ എന്നോട് പറയണ്ട. നീ ആദ്യം ഒമാനും മസ്കറ്റും, എന്നിട്ട് എന്നെ തെളിയിക്കണം. ഇവർ ഇത്രയും പേര് നിൽക്കുമ്പോ ഒമാനും മസ്കറ്റുമായിട്ട് എത്ര ദൂരം ഉണ്ടോ എന്ന് നീ എന്നോട് പറഞ്ഞിട്ട് എന്നോട് അല്ല. UAE ഷാർജയും എന്തൊരു വ്യത്യാസമുണ്ട്? നിന്നോട് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി. നീ എന്നോട് ഇങ്ങോട്ട് പറയണ്ട. ആദ്യം പറഞ്ഞത് എന്നോട് പറഞ്ഞാൽ എന്നിട്ട് നീ പറഞ്ഞത് ഞാൻ പറയും. അല്ലേ? ഞാൻ നിന്നോട് ചോദിച്ചത് ഒമാനും മസ്കറ്റും ഒമാനുമായിട്ട് എത്ര ദൂരം ഉണ്ടെന്ന് എന്റെ അടുത്ത് പറയണം. അത് കഴിഞ്ഞിട്ട് നീ ചോദിക്കുന്ന മറുപടി ഞാൻ പറയും. അണ്ടർസ്റ്റാൻഡ്? ഞാൻ പറഞ്ഞു ഒമാനും ഇതും കൂടി 0 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. 0 കിലോമീറ്റർ എവിടെ? ഒമാനും മസ്കറ്റും കൂടി. ജോസേ, ആ പൊട്ടനോട് വിടും. ജോസിനോട് നിങ്ങൾ ആദ്യം യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ വേണ്ട. ഇനി അതുണ്ടെങ്കിൽ ഒരു മോതിരം തരും. ഒരു മോതിരം ഒരു മോതിരം അല്ലെങ്കിൽ മാലക്ക് വേണേ മാലക്കൊക്കെ നമുക്ക് അല്ലേ? അതുപോലെ ഒമാനും മസ്കറ്റും കൂടി വ്യത്യാസം ദൂരം കൂടെ എന്റെ അടുത്ത് നീ പറയണം. ദൂരം കൂടെ അതല്ലടാ പൊട്ട. അത് ബെറ്റൊക്കെ എന്നിട്ട് പറയാലോ. ഈ മാലയാ ചെറുവരല്ലേ? മോതിരം മേടിക്കാന്. മോതിരം 1.25 ലക്ഷം രൂപയോ ഒരു പവന്. മനസ്സിലായോ? ആ മോതിരം ഇത് ഗോൾഡ് അവർ അല്ലേ? 60 രൂപ 30 രൂപ പിന്നെ ഇപ്പൊ ഇടുന്നത്. എന്റെ ജീവിതം ജനിച്ച പിന്നെ എന്റെ ജീവിതം ഒരു അല്ല. UAE ഷാർജയും കൂടി എന്തൊരു വ്യത്യാസമുണ്ട് അത് പറ. അതെനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചത് നീ പറഞ്ഞാൽ മതി. UAE ഷാർജ എത്ര ദൂരമുണ്ട്, എത്ര ഇതുണ്ടെന്നുള്ളത് പിന്നെ അത് ഞാൻ യൂട്യൂബിൽ ചർച്ച ചെയ്ത് ഞാൻ പറയും. നീ ഞാൻ പറയുന്നത് ഒമാനും മസ്കറ്റും കൂടി എന്തൊരു വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. ഒമാൻ അല്ല, മസ്കറ്റ് ഞാൻ കണ്ടൊരു വ്യക്തിയാണ്. 2 വർഷം അവിടെ നിന്ന് ജോലി ചെയ്താണ്. അപ്പം ഒമാനില് ഓക്കെ. ഒമാനിൽ എവിടെയാണ് ജോലി ചെയ്തത്? നീ എവിടെയാ ചെയ്തത്? ഞാൻ എവിടെയാണ്? നീ എവിടെ ചെയ്തേ? പറ ആദ്യം പറ. എവിടെ ചെയ്തേ? അവിടെ എങ്ങനെയാ? മസ്കറ്റ് പോലെയാണോ ഒമാന്? അവിടെ പച്ചക്കറികളും ഒക്കെ ഇല്ലേ? ഇവൻ പോയിട്ടില്ല. നാളെ ഇതേ സമയത്ത് വിജയിച്ചില്ലേ? നാളെ നമുക്ക് അല്ല. ഇത് കൂടി പറഞ്ഞിട്ടും പോ. UAE ഷാർജയും കൂടി എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ കിലോമീറ്ററിന്റെ ഒരു വ്യത്യാസം. എനിക്കറിയാം. നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്നിട്ട് നീ എന്നോട് പറ. അത് കഴിയുമ്പോ നിന്നോട് ഞാൻ പറയും. മനസ്സിലായോ ഞാൻ പറയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കോ? ഇനി വേറെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പറഞ്ഞു വേറെ ആരോടും പറയരുത്. നിന്റെ അടുത്ത് ഒമാനും മസ്കറ്റും ഒരു സ്ഥലം തന്നെയാണ്. ഈ ഒമാനും മസ്കറ്റും ഒരു സ്ഥലമാണ്. ഞാൻ എന്താ പറഞ്ഞത്? ഒമാനും മസ്കറ്റും ഒരു സ്ഥലമാണെങ്കിൽ ഈ മസ്കറ്റിൽ നിന്ന് ഒമാനിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് നീ സെർച്ച്. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒമാനും മസ്കറ്റും ഒരു സ്ഥലമാണ് ഒരാളും നീ പറഞ്ഞത്. അപ്പൊ ഒമാന് മസ്കറ്റ്, ദുബായ്, അബുദാബി. ഓക്കെ. ദുബായ് അബുദാബി 2 സ്ഥലമാണ്. 2 സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മസ്കറ്റ് ഒമാൻ എങ്ങനെ വന്നു? ഒരു സ്ഥലമാണോ? ഒറ്റ സ്ഥലം. അപ്പൊ ഈ UAE ദുബായ് എങ്ങനെയാണെന്നാ? UAE ഷാർജ എങ്ങനെയാണെന്നാ?
ഷാർജ ദുബായ് അതല്ല നമ്മൾ UAE ഏതാണ് സ്ഥലം? നമ്മൾ ഇവിടുത്തെ UAE ഏതാണ് സ്ഥലം? എടാ പൊട്ടാ ഞാൻ പറഞ്ഞു UAE ഏതാണ് സ്ഥലം എന്ന് പറ. UAE ഏതാണ് സ്ഥലം എന്ന് പറയുന്നത്? അല്ലടാ ഞാൻ പറഞ്ഞത് എന്നാന്നറിയാമോ, നീ ആദ്യം ഒമാന പിന്നെ ഞാൻ മാപ്പിൽ അടിക്കാൻ കണ്ടോ, ഇത് കണ്ടോ, ഇത് ഒമാൻ, ഇത് ഒമാൻ കേട്ടോ. ഒമാൻ ഞാൻ അടിക്കാൻ പോണേ. ഇപ്പൊ ഒട്ടനെ എന്നെ അടിക്കുന്ന ഇത് നോക്കി എന്തെന്നാ അടിച്ച ഒമാൻ. ഒമാന് മസ്കറ്റ് എത്ര അതായത് 576 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഒമാനിലേക്ക്. കണ്ട, ഇവിടെയാണ് ഒമാൻ കിടക്കണം. കണ്ട, ഇതാണ് ഒമാൻ. ഒമാന്റെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണിക്കേ. ഒമാന്റെ പ്രദേശങ്ങൾ എവിടെയാണ്? ഒമാന്റെ പ്രദേശങ്ങളും ഇതാണ് ഒമാൻ. ഒമാന്റെ പ്രദേശങ്ങളും മസ്കറ്റ് എങ്ങനെയാന്നുള്ള പ്രദേശവും നീ കാണി. ആദ്യം നീ കാണി. ഇനി ഇത് ഒമാൻ. ഇനി മസ്കറ്റ് അടിക്കാൻ പോണ്. ഇതേ മസ്കറ്റ് അടിക്കാൻ പോണ്. അങ്ങനല്ല മസ്കറ്റല്ല ഒമാന്റെ ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ അവിടെ ഇടുക്കി ജില്ല. ഇടുക്കി പോയിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ല എങ്ങനെ കിടക്കുന്നു? കോട്ടയം ജില്ല എങ്ങനെ കിടക്കുന്നു? കോട്ടയം ടൗൺ ആണോ? ഇടുക്കി എങ്ങനെ ടൗൺ ആണോ? പിന്നെ എവിടെയാ? കൊടക്കനാല് അവിടെ ഞാനിപ്പോ പേര് ഓർത്തു വെച്ചു. എന്റെ പാസ്പോർട്ട് എനിക്ക് തീർന്നു. ആരോ പറ്റിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. മസ്കറ്റ് ഒമാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഏതോ ഒരു ഒമാനിൽ ആര് പോകുന്നത്? ഒമാനി പോയൊക്കെ ചെയ്യലത്. ഇതുപോലെ വൃത്തിയായിട്ട സ്ഥലം സൗദി ഒമാനി എന്റെ ജീവിതത്തിൽ വെറുത്തു പോയ സ്ഥലം. സത്യം, വേറൊരു സ്ഥലം ഞാൻ വെറുതെ. ഒമാനും സൗദിയും കേൾക്കുമ്പോ എനിക്കില്ലേ ദുബായ് അല്ല ദുബായ് ഒമാനും സൗദി. ഒമാൻ എന്ന് പറഞ്ഞാൽ മസ്കറ്റ് ആണ് ഒരു സ്ഥലം പോലെ. പക്ഷെ ഇല്ലേ ഒമാൻ എന്ന് പറയുന്നില്ലേ, അയ്യോ പള്ളിയുടെ അടുത്തായിരുന്നു. അല്ല ഒമാൻ ഞാൻ പറയട്ടെ, അവിടെ കേശാഫി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ പറയാം. നൂറാണോ സോഹാറാണോ? പിന്നെ സൗദി നമ്മുടെ മക്കയുടെ സൗദിയിൽ എവിടെയായിരുന്നു? സൗദി നമ്മുടെ എനിക്ക് ഇഷ്ടമില്ല. ജീവിതത്തിൽ എന്റെ ഒത്തിരി പൈസ അവിടെ പോയത്. അവിടെ സൗദിയും ഒമാനിൽ പോയി എന്റെ കാശ് മൊത്തം പോയി. എന്താണ് പറ്റിച്ചു? ഞാൻ പറഞ്ഞേ, ഗൾഫ് രാജ്യങ്ങളിലെ ഏറ്റവും സൂപ്പർ സ്ഥലമാണ് ഒമാൻ. എന്താണ് ഏറ്റവും സൂപ്പർ സ്ഥലം ഒമാനാണ്.